ഹായ്, അപ്പോൾ ബാക്കി വിശേഷം കാണണ്ടേ. അപ്പോൾ ഞങ്ങൾ അഗ്രഹാരത്തിലെ ഞങ്ങളുടെ കോട്ടേജാണ് ഇത്. ഞങ്ങൾ നിൽക്കുന്ന കോട്ടേജിൻ്റെ പേര് പഞ്ചവടി. അങ്ങനെ അവിടെ ഓരോ കോട്ടേജിനും ഓരോ പൗരാണികമായ പേരാണ് കേട്ടോ. ഈ അഗ്രഹാരം എന്നുള്ള പോലെ തന്നെ സൗപർണിക, പഞ്ചവടി അങ്ങനെയുള്ള ഓരോരോ പൗരാണികമായ പേരാണ് അവിടെയുള്ള ഓരോ റൂമിനും ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമായിരുന്നു. ഇവിടെ ചെന്നാലും ഞാൻ ആദ്യം ചെന്ന് നോക്കുന്നത് ബാത്റൂമാണ് കേട്ടോ. പിന്നെ ഇത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഊഞ്ഞാൽ, സ്ലൈഡ്, പിന്നെ സീസോ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ കൂടെ ചിരിക്കുന്നതുണ്ടോ. എവിടെ പോയിക്ക് പോകാമെന്ന് പറഞ്ഞാൽ അപ്പുകൂട്ടൻ ആദ്യം പറയും എന്താണിത് ആഴ്ചക്കാഴ്ചക്ക് ട്രിപ്പാണോ. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്നേക്കാളും അല്ലെങ്കിൽ മിത്രമോളേക്കാളും എൻജോയ് ചെയ്യുന്നതും ഹാപ്പിനെസ്സും അപ്പുകൂട്ടനായിരിക്കും ഉണ്ടാവുക. പിന്നെ ഞങ്ങളിത് അവിടെയുള്ള ഊഞ്ഞാലിലൊക്കെ പാഞ്ഞു കയറി. ഓരോ കോട്ടേജിൻ്റെ സൈഡിലും ഓരോരോ ഇതേപോലെയുള്ള കിടക്കുന്ന ഊഞ്ഞാലും മറ്റേ ഇരിക്കുന്ന ഊഞ്ഞാലും ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങളെത്തുമ്പോഴത്തേക്ക് ആരും എത്തിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാത്തിനും കൂടെ പാഞ്ഞു കയറിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതോ ഒന്നിൽ കയറിയപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും ബാലൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാനിത് ഉരുണ്ട് വീഴാനൊക്കെ പോയി ഗൈസ്. എന്നെ അപ്പോൾ കൂട്ടം പിടിച്ചില്ലായിരുന്നു, ഞാൻ ഉരുണ്ട് വീണേനെ. എനിക്ക് ഒട്ടും ബാലൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ മിത്രമോളും കൂടെ എൻ്റെ മേത്ത് പാഞ്ഞു കയറി. ആ ഊഞ്ഞാലിന് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. എല്ലാവരും ഇനി പോകുമ്പോൾ ശ്രദ്ധിച്ചോളി. പിന്നെ ഞാൻ ചെയ്ത ഒരു അബദ്ധം എന്ന് വെച്ചാൽ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് നേരെ മിത്രമോളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിത്രമോൾക്ക് അന്നേരം തന്നെ ആ പൂളങ്ങ് കാണിച്ചു കൊടുത്ത്. അപ്പത്തേക്ക് തുടങ്ങി എനിക്ക് വെള്ളത്തിൽ പോകണം എന്ന് പറഞ്ഞു. പിന്നെ കളിയില്ലാണ്ടായപ്പോൾ അപ്പുക്കുട്ടൻ കൊണ്ടുപോയി വെള്ളത്തിൽ. നല്ല പൊരി വെയിലായിരുന്നു. ആ പൊരി വെയിലത്തതേ രണ്ടാളും കൂടെ നടന്നു പോകുന്നത് കണ്ടോ. അപ്പോൾ അടുത്ത വിശേഷങ്ങളെ അടുത്ത വീഡിയോ കാണാം. ബൈ.